ഉണ്ണിയേശുവിൻ്റെ രൂപം ക്രിസ്മസ് ആഘോഷത്തിന് ഇങ്ങനെ വെച്ചിരിക്കുക. അദ്ദേഹം പയ്യെ ചെന്ന് അതിൻ്റെ ഉടയാടി ഒന്ന് പൊക്കി നോക്കി. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നീ എന്താ കാണിക്കുക? അച്ഛൻ ആണുമല്ല പെണ്ണുമല്ല. കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ കുഴിമറ്റത്തു നിന്നും ഏറെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് ബാബു കുഴിമറ്റം. കഥാകൃത്ത്, പത്രപ്രവർത്തകൻ തുടങ്ങിയ നിലയിലെല്ലാം പ്രസിദ്ധനായ ഇദ്ദേഹം KSEBിയിലെ ഉദ്യോഗസ്ഥനും ആയിരുന്നു. ചത്തവൻ്റെ സുവിശേഷം ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ്. കൂടാതെ യുഹാനോൻ ലൂയിസിൻ്റെ പ്രാവുകൾ, ഒരു ശൈത്യകാല വിചാരണ, അവൾ, മഹദിയാം ബാബിലോൺ തുടങ്ങിയവയും ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികളാണ്. കേൾക്കാം, കാണാം ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ PR വിഷനിലൂടെ. അപ്പോൾ സാറ് എഴുത്തിൻ്റെ അല്ലെ ജീവിതത്തിൻ്റെ 70ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ തുടക്കം എനിക്ക് തോന്നുന്നത് ലിറ്റിൽ മാഗസിനുകളിൽ തുടങ്ങി, കഥയിലൂടെ വന്ന്, ഉദ്യോഗത്തിലൂടെ വന്ന്, റിട്ടയർമെൻറ്റിന് ശേഷം വീണ്ടും സാഹിത്യ രംഗത്തേക്ക് വരുന്ന ഒരു 70 വർഷത്തിലേക്കുള്ള കടന്നു വരുമ്പോൾ സാറിൻ്റെ മനസ്സ് തട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്തായിരിക്കും? എഴുത്തുകാരൻ എന്ന നിലയിലുള്ള എഴുത്തുകാരൻ എന്നുള്ള നിലയിലെ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, അത് സ്വാഭാവികമായിട്ടും മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ആദ്യത്തെ കഥ അച്ചടിച്ച് കാണുന്നതാണ്. ഈ എഴുത്തെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനായി തീരാനോ പേരെടുക്കാനോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ അറിയാതെ എഴുതി പോവുകയായിരുന്നു. വായനയുണ്ടായിരുന്നു. വളരെ ചെറുപ്പകാലം മുതലേ അപ്പൂപ്പൻ്റെ സുഹൃത്തായിരുന്നു PN പണിക്കർ. അദ്ദേഹം തറവാട്ട് വീട്ടിൽ വരികയും അപ്പൂപ്പനുമായിട്ടുള്ള ബന്ധം. അപ്പം ഞാൻ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഈ കുഴിമറ്റത്തെ YMCA ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താൻ വേണ്ടി പണിക്കർ സാർ ഈ ചുറ്റുപാടും ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിച്ചു. അദ്ദേഹത്തിന് നാട്ടുകാരനായിരുന്നല്ലോ. അദ്ദേഹത്തിന് വഴി കാട്ടാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ 1-2 തവണ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തപ്പം വായന ഒഴിവാക്കാൻ വയ്യാത്ത ഇതായിരുന്നു. എൻ്റെ ബാല്യകാലം പറയുമ്പോൾ ഒരു ജന്മകുടുംബം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും പക്കാ ദരിദ്ര ജീവിതമായിരുന്നു. അച്ഛൻ 3ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. വളരെ കഷ്ടപ്പെട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ എനിക്കിപ്പോൾ പറയാൻ ഉള്ള ഒരു ത്രാണിയില്ല. ആത്മഹത്യയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ വായനയും അതിലുപരി എഴുത്തുമാണ്. അതുപോലെ അത് വായിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അറിയാതെ എനിക്ക് മറ്റു കൂട്ടുകെട്ടുകളില്ല. അങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട ലൈഫും ഈ പുസ്തകങ്ങളും ലൈബ്രറിയും ഞാനും എൻ്റെ വീടും അമ്മയും ഇങ്ങനെ വന്നപ്പോൾ അതും ഇതുമൊക്കെ കുത്തിക്കുറിക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലെ പിതാവിൻ്റെ മരണശേഷം അച്ഛൻ്റെ അമ്മയുടെ ഭരണത്തിന് കീഴിലാണ്. എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അന്നൊരു വേറൊരു ജോലിക്കാരിയുടെ സ്ഥാനമേ ഒന്നുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പോൾ വീട്ടിലെ എല്ലാ തവണയും ഞാൻ പള്ളി നിഷേധി ആയതുപോലും അങ്ങനെയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എല്ലാ വർഷവും പരുമലപ്പള്ളിക്ക് ഈ അവിടുത്തെ പെരുന്നാൾ സമയത്ത് തിരുമേനിയുടെ നാമത്തിൽ ഇങ്ങനെ നെയ്യപ്പം വീട്ടിൽ ചുട്ടിട്ട് 101 നെയ്യപ്പം അങ്ങനെ ഒരു കണക്കുണ്ട്. അതിങ്ങനെ ഈ കൊടുത്തു വിടും. അപ്പം നെയ്യപ്പം വീട്ടിലുണ്ടാക്കി ഞാനിങ്ങനെ കൊച്ചുകുട്ടിയല്ലേ, ഞാനിങ്ങനെ അത് തലേദിവസേ കലക്കി വെച്ചപ്പോൾ മുതലിൻ്റെ മണവും വലിയ കൊതിപ്പിക്കുന്ന മണം. പിറ്റേ ദിവസം അതിരാവിലെ എണീറ്റാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ നിർമ്മാണവും കഴിഞ്ഞു, പാക്കിങ്ങും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആ വീട്ടിലൊരു കൊച്ചു കുട്ടിയുണ്ട്, ഞാനുമുണ്ട്, എൻ്റെ ഇളയ പെങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി ഒരെണ്ണം വെക്കണമെന്ന് പോലും അന്നാ എന്തോ മറന്നുപോയതാണ്. ബാക്കി വന്നതെല്ലാം അമ്മൂമ്മ മറ്റ് അവരുടെ അടുത്തുള്ള പെൺമക്കൾക്കും മറ്റു മക്കൾക്കും വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. എനിക്ക് ഒന്നും കിട്ടിയില്ല. ഒടുവിൽ ഞാനത് കൊതിയോടെ വരുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഈ നെയ്യപ്പം പരമലപ്പള്ളിയോട് പോലും വിശ്വാസത്തോട് പോലും എതിർപ്പായി. അത് ശരി. അക്കാലത്ത് വീടിൻ്റെ ബാക്കിലെ ചുവരിൽ ഞാൻ വളരെ ദുഃഖിതനായിട്ടിരിക്കുമ്പോൾ അന്ന് ഫ്രണ്ടിൽ അറയുന്നവരെയൊക്കെ ആയിട്ടുള്ള ബാക്കിൽ സുർക്കിക്കുമ്മായം കൊണ്ടുള്ള
അപ്പോൾ പഴയ കുമ്മായ അതിങ്ങനെ പൊള്ളി നിൽക്കുന്നിടത്ത് ഞാൻ ചുമ്മാ ഒന്ന് തൊട്ടപ്പോൾ ഒരു വട്ടത്തിലൊരു ഒരു നെയ്യപ്പത്തിൻ്റെ രൂപമായി. അപ്പോൾ 101 നെയ്യപ്പമാണ്. ഞാൻ ആ ഭിത്തി നിറച്ച് പള്ളി കൊടുത്ത് വിടുന്ന 101 ഞാൻ ആ ഭിത്തി നിറച്ച് ഇത് തുളച്ച് ഇങ്ങനെ ഈ കുമ്മായ മുഴുവൻ അടർത്തി ഒട്ടേറെ നെയ്യപ്പ രൂപങ്ങളുണ്ടാക്കി. അതെനിക്കൊരു ഇത് വല്യമ്മ കണ്ടുപിടിച്ചു. എന്താ ഈ ചെയ്യുന്നത്? ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുക. ആദ്യത്തെ സൃഷ്ടിയാ. ഞാൻ ഭിത്തി നെയ്യപ്പം കിട്ടാഞ്ഞതിൻ്റെ ദേഷ്യത്തിന് ഞാൻ ഭിത്തി കുത്തിയിടിച്ചെന്നും പറഞ്ഞ് വേറൊരു അന്ന് ജീവിച്ചിരുന്ന മൂത്ത മോനെ വിളിച്ച് ഈ പുളുങ്കമ്പ് ശരിക്കും വെട്ടി അടിച്ച് എൻ്റെ ശരീരം മുഴുവൻ. അമ്മ അതോ അമ്മയല്ല, അമ്മയൊന്നും ചെയ്യല്ലേ, വല്യപ്പൻ ഈ അപ്പൻ്റെ ജ്യേഷ്ഠനെ അമ്മമ്മയുടെ മൂത്ത മോനെ വിളിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ദുഷ്ടനൊന്നും അല്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ പ്രതികാരം ചെയ്തതാണെന്നുള്ള ബോധ്യത്തിലാണ്. അല്ലാണ്ട് അദ്ദേഹം ഒരു ദുഷ്ടനായ മനുഷ്യനൊന്നും ആയിരുന്നില്ല. അടിച്ചു പൊട്ടിച്ച് ചോരയൊക്കെ വന്നു. പിൽക്കാലത്ത് എനിക്ക് തോന്നി എൻ്റെ കലാസാഹിത്യ ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ പുരസ്കാരം അതായിരുന്നു. അക്കാലത്ത് തകഴിയിൽ നിന്ന് ഒരു മാസിക പുറത്തിറങ്ങിയിരുന്നു, ഒരു ലിറ്റിൽ മാഗസിനാണ്. അതിൻ്റെ പത്രാധിപർ സാക്ഷാൽ തകഴിയാണ്, നമ്മുടെ തകഴിച്ചേട്ടൻ. ഉടമസ്ഥൻ അടിമന എം ഗോവിന്ദൻ നമ്പൂതിരി. ആ മാസികയുടെ പേര് ഞാനിപ്പോൾ ശരിക്കും ഓർക്കുന്നില്ല, പക്ഷേ ഇവരെ രണ്ടുപേരും ഓർക്കുന്നുണ്ട്. അവരൊരു മത്സരം നടത്തുന്നു പറഞ്ഞു. ഞാൻ അമ്മച്ചിയോടൊക്കെ അന്ന് 5-10 പൈസയൊക്കെ കൊടുത്താൽ കവറ് മേടിക്കാൻ പറ്റും. പക്ഷെ അതിന് പോലും മാർഗമില്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയോ ഒപ്പിച്ച് അത് അയച്ചു കൊടുത്തു. എനിക്ക് പിന്നീട് വരുന്ന മറുപടി, എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. തകഴി ചീഫ് എഡിറ്ററായിട്ട് ചീഫ് ജഡ്ജായിട്ടിരുന്ന് തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞു. കവിതാ വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾ പിന്നീട് ഞാൻ എൻ്റെ സുഹൃത്തായി. കിടങ്ങര ശ്രീവത്സൻ ആളാണ്. ഇതിങ്ങനെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ, അതൊരു എഴുത്തിൻ്റെ ജീവിതത്തിലൊരു പ്രധാന സംഭവമാണ്. സാറിന് ആദ്യത്തെ കഥാസമാഹാരം ചത്തവൻ്റെ സുവിശേഷമാണല്ലേ? പുസ്തക രൂപത്തിൽ ചത്തവൻ്റെ സുവിശേഷമാണ്. അതിന് വളരെയേറെ, അതായത് ആധുനിക കഥകൾ എന്ന രീതിയിലുള്ള ഒട്ടേറെ ഇത് കിട്ടിയിട്ടുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ഈ ആധുനികത എന്താ, അത്യന്താധുനികത എന്താ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അന്ന് ഒരു ഞാനിത് എഴുതുമ്പോൾ അത് നിരൂപകരല്ല, വായനക്കാരെ ശബ്ദിക്കുന്ന വായനക്കാരാണല്ലോ നിരൂപകർ. അവരാണ് ഇത് ആധുനികതയാണെന്നോ അത്യന്താധുനികതയാണെന്നോ ഒക്കെ പറയുന്നത്. പിൽക്കാലത്ത് മനോരമയിലെ പത്രക്കോളത്തിൽ അന്ന് മനോരമയുടെ കോളമിസ്റ്റും കൂടെ ആയിരുന്നു എം മുകുന്ദൻ. അദ്ദേഹത്തിന് ബുധനാഴ്ച കണ്ണെന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അതിനകത്ത് പുള്ളി എഴുതിയിരുന്നു, ആധുനികതയുടെ ക്ലാസിക് രചന ബാബു കുഴിമറ്റത്തിൻ്റെ ചത്തവൻ്റെ സുവിശേഷമാണ്. അപ്പം അങ്ങനെയൊക്കെ ചില പറയുന്നല്ലാണ്ട് എനിക്ക് അതേപ്പറ്റി ഒന്നും വലിയ അക്കാഡമിക് നോളജ് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ എഴുതുന്നു. പക്ഷെ എന്തായാലും നന്നായിട്ട് വായിക്കപ്പെട്ടു ആ പുസ്തകം. അത് മാത്രമല്ല പിന്നീട് ഇന്നും അത് DC ബുക്സ് ഇങ്ങനെ അന്നതും ആദ്യം ഇറക്കുന്നത് മലയാളത്തിൽ ലിറ്റിൽ മാഗസിൻ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം. ആദ്യം DC അല്ല ഇറക്കുന്നത്, അല്ലല്ല പുസ്തക പ്രസാദം. ലിറ്റിൽ മാഗസിൻ രംഗത്തെ ചരിത്രം കുറിച്ച രസന എന്ന് പറയുന്ന തൃശ്ശൂർ. അപ്പം ലിറ്റിൽ മാഗസിനുകളുടെ ഒരു പരസ്പര കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂർ. വാജി ലോഡ്ജിൽ നിന്ന് ഇറങ്ങുന്ന കേന്ദ്രൻ്റെ പ്രേരണ, ട്രിവാൻഡ്രത്തു നിന്ന് ഷാജിയും പ്രീദാസും ഒക്കെ ഇറക്കിയ സംക്രമണം, പിന്നെ വർക്കലയിൽ നുക്ഷിത, പ്രമുക്തി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളാണ്. എന്തായാലും ആ പുസ്തകം ഇറങ്ങിയതോടുകൂടി പെട്ടെന്ന് 5000 കോപ്പിയാണ് ആദ്യം രസന അടിക്കുന്നത്. അത് മുഴുവൻ കോളേജ് തോറും ഞാൻ ഓർക്കുന്നുണ്ടാക്കാതെ പറഞ്ഞ് വിറ്റിട്ട് അവർക്ക് അതിന്റെ കാശ്. എനിക്ക് തോന്നുന്നത് ഈ മൂന്നന്റെയും കാക്കനാടിന്റെയും ഒക്കെ ഒരു നല്ല കാലമാണ്. ആ സമയത്ത് തന്നെയാണ് പയ്യനായ ഞാൻ ഇത് വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ അവർ കോളേജിൽ മുഴുവൻ ഇത് വിതറിഞ്ഞ്, കോളേജിലൊക്കെ മുകുന്ദനെയൊക്കെ ക്ഷണിക്കാൻ ചെല്ലുന്ന പോലെ പലരും എന്നെ ക്ഷണിക്കാൻ വന്ന ഏതാണ്ട് വലിയ ആളാണ്. ഞാനിങ്ങനെ ഒരു വേറെ പയ്യനാണെന്ന് തന്നെ അന്നൊരു നക്സലേറ്റ് പരിവേഷമുണ്ട് ചെറിയ. അത് സ്വാഭാവികമായിട്ടും ഒരുമാതിരി പുരോഗമന ചിന്തയുള്ളവർക്കെല്ലാം ഉണ്ടാവുമല്ലോ. അതോടുകൂടി ആ പുസ്തകം അങ്ങ് ക്ലിക്കായി.
അപ്പോൾ അവരെനിക്കൊരു 1000 കോപ്പി രണ്ടാമത് അടിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റേതായിട്ട് ഞാൻ എഴുതിയ ഭൂപടം എന്നും പറഞ്ഞൊരു ചെറിയ കഥയുണ്ട്. അതൊരു സ്പെഷ്യൽ പതിപ്പിൽ ദേശാഭിമാനിയുടെ അന്ന് EMS ചീഫ് എഡിറ്റർ സ്ഥാനത്ത് ഇരിക്കുന്ന എഡിറ്റോറിയൽ പേജിൽ എൻ്റെ ഭൂപടം എന്ന് പറയുന്ന ഭൂപടമല്ല സോറി, അത് വേറെ ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തോടനുബന്ധിച്ചത്. ഇത് മാറ്റം ചെറിയ ഒറ്റ പേജാണ്. അത് അവർ എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിട്ട് 2ാം പേജിലാണ് EMSൻ്റെ എഡിറ്റോറിയലും വരുന്നത്. ശരി. ഇത്ര പ്രാധാന്യം കൊടുത്താണെന്ന് ദേശാഭിമാനിയുടെ ആ സ്പെഷ്യൽ പതിപ്പ് അത് ഇറക്കിയത്. ഇതൊക്കെ കൊണ്ട് അതങ്ങനെ ഈ പുസ്തകം അങ്ങ് ഇന്നും അത് കഥാസാഹിത്യ ശാഖയിലെ വിൽപ്പനയിൽ 1ാം റാങ്ക് ഇപ്പോഴും അതിനുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ലൂയിസിന്റെ പ്രാവുകൾ, ശൈത്യകാല വിചാരണ, പിന്നെ ഒരു അവൾ മഹദിയാ ബാബിലോൺ അല്ലേ, ഇങ്ങനെ യേശുവിൻ്റെ അനീതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സമാഹാരങ്ങൾ വന്നു. ചത്തമിൻ്റെ സുവിശേഷത്തെക്കാൾ മികച്ച കഥകൾ ഈ പറയുന്നവയിലെല്ലാം ഉണ്ട്. വിശ്വോത്തര രചനകളിൽ ഒന്നെന്നാണ് ലൂയിസിൻ്റെ പ്രാവുകളെ പറ്റി ലീലാവതി ടീച്ചർ എഴുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒക്കെ വന്നെങ്കിലും ഒരാളുടെ പേരിൽ ഒരു കൃതി ക്ലിക്കായ പിന്നെ അതിൽ വേറെ അറിയപ്പെടുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. അത് ഒരു മൈൽ സ്റ്റോൺ പോലെയാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തെക്കാൾ മഹത്തായ കൃതിയാണ് ധർമ്മപുരാണം, ആ രോഷത്തിന്റെ. അതെ അതെ അതെ. പിന്നെ അതുപോലെ അതിനേക്കാൾ മെച്ചപ്പെട്ട ചെറു കഥകളൊക്കെ. പക്ഷെ അറിയപ്പെടുന്നത് ഖസാക്കിന്റെ ആണ്. ഇപ്പോഴും സുവിശേഷത്തിലെ കഥകളേക്കാൾ മെച്ചപ്പെട്ട കഥകളൊക്കെ പിന്നീട് വന്നെങ്കിലും ഞാനവിടെ ചെന്നാൽ നമ്മുടെ ഇത് മാർക്ക് അത് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള. സാറ് പറഞ്ഞു വളരെ ദാരിദ്ര്യമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ നിന്ന് കയറിയ ഒരു സാഹചര്യം എന്താണ്? ജോലി കിട്ടിയതിന് ശേഷമാണോ? യൂണിവേഴ്സിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അല്ല, ജോലി ബോർഡിൽ അതൊരു വലിയ ജോലിയൊന്നും ആയിരുന്നില്ല. എന്നാലും എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. കാലത്തൊക്കെ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മാതൃ സഹോദരി, അമ്മയുടെ മൂത്ത സഹോദരി കവിയൂരുണ്ടായിരുന്നു. കവിയൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. അവർ സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബമാണ്. അവരും അവരുടെ മക്കളും ആ കുടുംബം മൊത്തം ആണ് എന്നെ നിലനിർത്തിയത്. എന്നെ നല്ല ഞങ്ങളെല്ലാം സഹായിച്ചുകൊണ്ടിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലി എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസ് വർക്കുകാരൻ്റെ ജോലിയാണ്. അച്ഛൻ ബോർഡിൽ ജോലി ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നാണ് മരിക്കുന്നത്. ശരി. അന്ന് ഈ പകരത്തിന് ജോലി കൊടുക്കാമെന്ന് അതൊന്നുമില്ല. എന്നാലും അച്യുത മേനോൻ മുഖ്യമന്ത്രിയാണ്. പാറപ്പുറത്ത് ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവും കൂടെയാണ്. എൻ്റെ വൈഫിൻ്റെ ഇതാണ്. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും പാറപ്പുറത്തിന് അതിനു മുമ്പ് എന്നെ അറിയാമല്ലോ. അദ്ദേഹവും തകഴിച്ചേട്ടനും കൂടെ വന്നാണ് എന്നെ അച്യുത മേനോൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു ജോലി ഇവന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. തന്നെയല്ല, ബോർഡിലുണ്ടായിരുന്ന എൻ്റെ ഒരു സഹോദര സ്ഥാനീയൻ ഒരുപാട് അതിന് വേണ്ടി ശ്രമിച്ചു. അച്യുത മേനോൻ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുക. എടാ, 10ാം ക്ലാസ്സിന് മുകളിലോട്ട് പോയിട്ടില്ലാത്തതിന് 10ാം ക്ലാസ്സിൽ പോലും പോകാതെ നീ ഇങ്ങോട്ട് വന്ന നിനക്ക് ഞാൻ കലക്ടർ ജോലി തരാം അല്ലേടാ നീ. ഞാൻ വളരെ നിർമ്മമ ഒരു ലൈനിൽ ഞാൻ പറഞ്ഞു, അത് നന്നാലും ഞാൻ ചെയ്തോളാം. തകഴിച്ചേട്ടൻ പറയുന്നത് അവർ രണ്ടുപേരും ചിരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് അച്യുത മേനോൻ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന കണ്ടെന്നാണ്. ചേർത്ത് പിടിച്ചു. ജോലി തരും, നീ അവിടെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യാനല്ല പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആ വാക്ക് പാലിച്ചു. ബോർഡിലൊരു ക്ലാസ് ഫോറുകാരനായിട്ട് അന്ന് ജോലി വന്ന് അവിടെ ഇരുന്നും കൊണ്ട് അവിടെ എന്നെ പാര വെച്ച ഓഫീസർമാരും ഉണ്ട്, അല്ലാത്ത സ്നേഹിച്ചവർ. അന്നത്തെ ചെയർമാനൊക്കെ എന്നെ വളരെയധികം ഇവിടെ ഞാൻ ഈ ബോർഡിലെ ഓഫീസുകളിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ചില എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, ചീഫ് എഞ്ചിനീയറൊക്കെ എൻ്റെ കഥകൾ വായിച്ചിട്ടുള്ളവർ എന്നെ വളരെ താല്പര്യത്തിൽ പ്രോട്ടോക്കോൾ മറന്ന് എന്നെ കൊണ്ടു നടക്കും. അതിൽ നമ്മുടെ ജാനാനിക്കാട്ടുള്ള ഒരു ആശാരി സാർ ഉണ്ടായിരുന്നു. പിന്നെ നീല പത്മനാഭൻ. അപ്പോൾ ആ ഒരു കാലത്ത് ഒരു നല്ല കാലം ഇലക്ട്രിസിറ്റി ബോർഡിനൊരു ഹോം ജേണൽ ഉണ്ടായിരുന്നു, കേരള വിദ്യുത് എന്നും പറയും. അതിനകത്തൊക്കെ സ്ഥിരമായിട്ട് നീല പത്മനാഭൻ എന്നെ കൂടെ എഴുതിക്കും. ഇങ്ങനെയുള്ള ഒരു വലിയ
പിന്നീട് ഇലക്ട്രിസിറ്റി ബോർഡ് വിട്ടേച്ച് പിന്നെ പത്രപ്രവർത്തന ഫീൽഡിലേക്ക് തിരികെയായിരുന്നു. അത് ദിനപത്രങ്ങളെക്കാൾ കൂടുതൽ കാലം പ്രവർത്തിച്ചത് ലിറ്റിൽ മാഗസിനുകൾക്ക് വേണ്ടി. അത് അഭിമാനം ഇപ്പോഴും ഉണ്ട്. കാരണം ഒരു കാലത്ത് മലയാളത്തിൻ്റെ ഭാവുകത്വം മാത്രമല്ല, പുതിയ എഴുത്തുകാരൻ മുഴുവൻ രംഗത്ത് വന്നിട്ടുള്ളത് ഇത്തരം മാഗസിനുകളിലൂടെയാണ്. പുതിയ എഴുത്തുകാരൻ അയ്യപ്പ പണിക്കര്, കടമിനിട്ട, ഇവരുടെയൊക്കെ രചനകൾ അന്നത്തെ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ ഒന്നും കൊടുക്കില്ലായിരുന്നു. എത്രയോ കാലത്തിന് ശേഷമാണ് കടമനിട്ടയുടെ, ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട്, കടമനിട്ടയുടെ കവിത പിന്നീട് ആ മലയാളനാട് പോലുള്ള മാസികകളിലാണ് പിന്നീട് വന്നിട്ടാണ് പിന്നീട് വരുന്നത്, പിന്നീട് കുറച്ച് പേര് രംഗത്തേക്ക് വരുന്നത്. പക്ഷെ അവരൊക്കെ അവരുടെ ഏറ്റവും മികച്ച രചനകൾ അയ്യപ്പ പണിക്കരുടെ ആയാലും കടമനിട്ടയുടെ ആയാലും അങ്ങനെ നരേന്ദ്രപ്രസാദ്, ഇവരൊക്കെ ആദ്യം അവരുടെ മഹത്തായ സംഭാവനകൾ അധികവും ഈ 1000-1500 കോപ്പി മാത്രം അടിക്കുന്നു. ഇവിടെ ഗോവിന്ദന്റെ സ്കൂളിൽ ഗോവിന്ദന്റെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആൾ. അതും ഗോവിന്ദനെ ഓർപ്പിച്ചു നന്നായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധനയോടെ കാണുന്ന ഒരു മനുഷ്യൻ യുവാൻ അനന്തമൂർത്തി ഈ യൂണിവേഴ്സിറ്റിയിലുള്ള കാലത്ത് അന്ന് ഒരു ക്യാമ്പുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഒരു നിരീക്ഷകനായിട്ട് എനിക്കും ചുള്ളിക്കാടനും ഞങ്ങൾ കോളേജിൽ പോയിട്ടില്ലാത്തവരെ, എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ വിളിച്ച് അക്കാലത്ത് അവിടെ നിരീക്ഷകരായിട്ട് ഈ അനന്തമൂർത്തി ഇവരൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ അന്ന് വന്ന ഈ ഗോവിന്ദൻ മാഷ് എന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ പരിഗണിച്ചതും ഒക്കെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവിടെ വരികയും അദ്ദേഹത്തോടുള്ള നന്ദിയിലാണ് പിന്നെ ഞാനും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് കോട്ടയത്തും കാലത്ത് പിറവി എന്ന പേരിൽ ഒരു ലിറ്റിൽ മാഗസിൻ. അത് ഗോവിന്ദൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയുടെ പേരാണ്. അപ്പോൾ ആ പിറവി ഇറക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പിറവി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ ഇനിയിപ്പോൾ അതിന് പ്രസക്തിയില്ല. സാറിന് അറിയാം, ഇന്നത്തെ അവസ്ഥയിൽ ഈ ലക്ഷങ്ങൾ അടിച്ചിരുന്ന മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിൽ പലതും ഇന്നില്ല. അല്ല, ഇനിയിപ്പം സർവൈവലില്ല. വൻകിട പത്രങ്ങളുടെ ചില വാരികകൾ ആ പത്രത്തിന്റെ അവരും ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. 1000, 2000, 5000 മേളിൽ ഒരു വാരികകളും ഇല്ല. കാരണം പ്രിന്റ് മീഡിയ അതാണ്ടൊരു നിരപ്പായി. പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, സാറിപ്പോൾ കുറേ ആളുകൾ ഒന്ന് തകഴിച്ചായിട്ടുമായിട്ടുള്ള ബന്ധം, അതുപോലെ വയലാറുമായിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട്, പാറപ്പുറത്ത്, അങ്ങനെ മലയാളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ ഒപ്പം നടക്കുകയോ അവരോടൊപ്പം കഴിയുകയോ ചെയ്തിട്ടുണ്ട്. ബാലേന്ദ്രൻ എൻ്റെ അതെ. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടുള്ള സാറിൻ്റെ അനുഭവങ്ങളായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ പ്രായക്കാരൻ, ഞങ്ങൾ ഒരേ കാലത്ത് ഒരേ കളരിയിൽ ഇങ്ങനെ വന്നവരും നടന്നവരും. എൻ്റെ 70കളുടെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞൊരു ഓർമ്മ പുസ്തകമുണ്ട്. അത് പുറത്തിറക്കിയത് കലാകൗമുദിയാണ്. അത് DC പുസ്തകമാക്കി ഒരു ഒറ്റ ദിവസം കൊണ്ട് വിറ്റ് തീർന്നൊരു പുസ്തകം. അത് 2 പതിപ്പ് ഇറക്കി. മൂന്നാമത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനത് കൊടുത്തില്ല, ഇതുവരെ അത് നടന്നിട്ടുമില്ല. ആ പുസ്തകത്തിൽ നല്ല പങ്ക് ബാലനെ പറ്റിയുണ്ട്. ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് ഒത്തിരി ഇതുണ്ട്. സാറിൻ്റെ അതൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു, എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ ആരും വായിച്ചില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, വളരെ അപ്പണായിട്ട് പുള്ളി പറയാറുണ്ട്. അത് അത്ര ഒരു നിലപാടിനെ കുറിച്ചുള്ള അഭിപ്രായം അത് ഞാൻ എഴുതുന്ന എൻ്റെ പേർക്കാണ്. അതെ, എൻ്റെ ആരും വായിച്ചില്ല. ആ ഒരു നിലപാട് ഒരു സാഹിത്യത്തിന് പറ്റുമോ? അയാളെ സംബന്ധിച്ചിടത്തോളം പ്രകോപിതാവസരങ്ങളിൽ മറിച്ച് പ്രകോപിപ്പിക്കുന്ന ഒരു സ്വഭാവം അയാൾക്കല്ല, ചിലപ്പോൾ എനിക്കുണ്ടത്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള ആണ് ഇത് ആദ്യമേ പ്രഖ്യാപിക്കുന്നത്. അങ്ങ് കോഴിക്കോട് ആണോ കണ്ണൂരോ ഉബൈദ് നഗറിൽ നടന്ന പഴയ സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വലിയ വാർഷികത്തിൽ വെച്ചാണ്. അന്ന് കുഞ്ഞബ്ദുള്ളക്കൊക്കെ ചെറു കുട്ടികളുടെ പ്രായം, ഇന്ന് ഞാനൊന്നുമില്ല, ഞാനോ ബാലേന്ദ്രനല്ല. അവിടെ വെച്ചാണ് സമൂഹത്തോട് കടപ്പാടില്ല, അതാണ് ഇതാണ്, ബാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിവാദം ഉണ്ടാക്കും. പക്ഷെ ഇവരുടെ കൃതികളിൽ വായിച്ചാൽ ഇവരുടെ ഈ പ്രഖ്യാപനത്തിൽ യാതൊരു കഥയില്ല. താൽക്കാലികമായ ചിലതിനെതിരെ അന്നേരത്തെ ഒരു പ്രതികരണം എന്നുള്ളതേ ഉള്ളൂ, ചിലതിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതല്ലാണ്ട് മനുഷ്യന്റെ ഈ വിഷയം സാറ് ചുള്ളിക്കാട് സംസാരിച്ചിട്ടുണ്ടോ? അത് സംസാരിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാം, എൻ്റെ ആത്മാവിന്റെ ഭാഗമല്ലേ. മനുഷ്യന്റെ കൈകളെന്ന് പറയുന്ന ഒരു കവിത എഴുതിയ മനുഷ്യനെ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ
അതെ അതെ. അത് അയാൾ പറയും മനുഷ്യൻ്റെ കൈകൾ മരിക്കാത്ത കൈകൾ. ഈ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പിന്നാലെ നടക്കുന്ന കുറെ നിരൂപക വേഷങ്ങളെയും അതിനെ പരിഹസിച്ച. പിന്നെ കമ്മിറ്റഡ് അല്ലാത്ത കുറെ കമ്മിറ്റഡ് സാഹിത്യകാരന്മാര്, മറ്റുള്ളവരോട് കമ്മിറ്റ്മെന്റ്. അതാ പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പണിയാളുകളായി പോവുക, ഇങ്ങനെയൊക്കെ ഉള്ളവരെ നോക്കി പ്രകോപിപ്പിച്ചുകൊണ്ടാണ് അത്. ബാലൻ മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ഈ ജീവൽ സാഹിത്യ ചർച്ചകൾക്കിടയിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ? അതിന് നല്ല ചർച്ചാ വിഷയമായിട്ടുണ്ട്. ജീവൽ സാഹിത്യത്തിലെ പ്രതി കലാകാരൻ അങ്ങനെ ആയിരിക്കണം, സാഹിത്യം സാറേ. മുകുന്ദനെ കഞ്ചാവ് സാഹിത്യകാരെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ EMS സാഹിത്യകാരന്മാർക്കൊരു എന്താണ് മാനിഫെസ്റ്റോ ഒക്കെ അവതരിപ്പിച്ച് അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അദ്ദേഹം ആയുർവേദ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഞാൻ പ്രേരണ വിചാരണ ഞാനൊരു ലിറ്റിൽ മാഗസിൻ ഞാനും തോപ്പിൽ ജയറാം, തോപ്പിലാമിന്ദ്രമകളുടെ മോനും കൂടെ ചേർന്ന് ഇറക്കിയിരുന്നു. ആ വിചാരണയ്ക്ക് വേണ്ടിയാണ് ഞാൻ EMSനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടു. EMSൻ്റെ കുറ്റസമ്മതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തത്. അതും കുറച്ച് പറഞ്ഞു. ഞാനും ഒരിക്കൽ അപ്പോൾ അത് അദ്ദേഹം എന്ത് ചെയ്തു, ഭാഷാഭൂഷണി അത് വിശദീകരിച്ച് പിന്നീട് കൊടുത്തു. തന്നെയല്ല, ഭാഷാഭൂഷണിയുടെ ഏതോ ഒരു വാർഷികത്തിനോ ഏതോ ഒന്നിനെ EMSനെ മുഖ്യാതിഥിയായിട്ട് കൊണ്ടുവരികയും അവിടെയൊക്കെ EMS ഇത് പറഞ്ഞു, ഈ തെറ്റുതിരുത്തൽ. അപ്പോൾ അന്നേരം പോലും മുകുന്ദനെ അവരെ അംഗീകരിച്ചിരുന്നില്ല. മുകുന്ദനെ പോലെ ഉള്ളവരെ ഒരു ലഹരി അരാജകവാദികളാണെന്നുള്ള ഒരു ഇതിൽ മുകുന്ദനും ആ മാർഗം പോയി. എന്നാൽ പിൽക്കാലത്ത് നേരെ തകിടം പറഞ്ഞു. ഇപ്പം അവരൊക്കെ വലിയ ഇടതുപക്ഷമായി. അപ്പോൾ അവർക്ക് ഈ ഇയാളെ തന്നെ നമ്മുടെ ഗോവിന്ദനെ മറ്റേ CIA ചാരൻ എന്നാണല്ലോ ഗോവിന്ദൻ ശിഷ്യന്മാരെ അങ്ങനെയാണ് കടമനിട്ടുണ്ട്. ഗോവിന്ദൻ സ്കൂൾ അത് കഴിഞ്ഞ് കടമനിട്ടെ വിളിച്ച ഇവർ MLA ആക്കി. എന്ന് പറഞ്ഞാൽ മുകുന്ദനെ വിളിച്ച് അക്കാഡമി പ്രസിഡന്റ് ആക്കി മറ്റേ മറിച്ചൊക്കെ ചെയ്തു. ഇപ്പം അതിലൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ മുകുന്ദൻ പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഞെട്ടിപ്പോയി. പാർട്ടി പറയുന്നത് ശരിയാണ്, എൻ്റെ കൃതികൾ മൂലം ഒരുപാട് പേര് വഴിതെറ്റിയിട്ടുണ്ട്, ലഹരിക്ക് അടിമയായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ കലാകൗമുദിയിൽ ഒരു ലേഖനത്തിലൂടെ ഞാൻ ഞാൻ ചോദിച്ചത്, അത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടുള്ള ഒരു കുമ്പസാരമാണെങ്കിൽ ആ പുസ്തകങ്ങൾ ഇന്നും പിൻവലിക്കണം. അതിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് തന്നെ ദാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിലൊരു ഗുസ്തിയായി. അതൊക്കെ വ്യക്തിപരമല്ല. തകഴിച്ചേട്ടനും ഉള്ള അനുഭവം എങ്ങനെയായിരുന്നു? തകഴിച്ചേട്ടന് ഒത്തിരി മേഖല നിൽക്കുന്ന ഒരാളാണ്. തകഴിച്ചേട്ടനെ നിർമ്മിച്ചിട്ടുണ്ട്. എനിക്ക് PM മണിക്കര് ഓർക്കുന്ന പോലെ അത് എൻ്റെ ഒരു മുത്തച്ഛന് തുല്യമാണ്. എന്തോ ഒരു വലിയ വലിപ്പമുള്ളൊരു മനസ്സായിരുന്നു. ഞാൻ ഒരിക്കലും മറ്റൊരു എഴുത്തുകാരനെ കുറ്റപ്പെടുത്തില്ല. ഈ പറഞ്ഞ നവാഗതരെ എല്ലാം പഴയ തലമുറക്കാർ എതിർത്തുകൊണ്ടിരുന്നപ്പോഴും തകഴി അതല്ലായിരുന്നു. അവരൊക്കെ ചേർത്ത് പിടിക്കുമായിരുന്നു. ഞാനിപ്പോഴുണ്ട് കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടും മറ്റു പല മീറ്റിങ്ങിലൊക്കെ തകഴി പറഞ്ഞൊരു കാര്യം, ബാബുവിൻ്റെ കഥകൾ ചിലവൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായില്ല എന്നും കൊണ്ട് അവൻ കഴിവില്ലാത്തവനോ പ്രതിഭയില്ലാത്തവനോ അല്ല. അവനെ മനസ്സിലാക്കുന്ന ഒരു തലമുറ വേറെ ഉണ്ട്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ തക്ക വലിപ്പം ആ വലിയ മനുഷ്യനുണ്ട്. മറ്റുള്ള പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു വിശാല മനസ്സുണ്ടായിരുന്നു. പക്ഷേ തകഴി ഭയങ്കര പിശുക്കനാണ്, എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് വളരെ തെറ്റായ അനുഭവം എനിക്കറിയാം. ഞങ്ങള് അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും പിന്നെ തീരെ കിടപ്പായപ്പോഴും PN പണിക്കര് നട്ട മാമ്പഴം കൊണ്ടുവരണമെന്ന് അതെന്നെ വൈഫ് ഓർമ്മിപ്പിക്കുകയും ചെയ്യും പിൽക്കാലങ്ങളിലൊക്കെ. അപ്പോൾ കാത്തച്ചേച്ചി കയ്യെ കയറി പിടിക്കും, കാരണം ഷുഗർ അങ്ങേറ്റം ഡയബറ്റിക്കായ എന്തായാലും ഇത് പണിക്കരുടെ എന്നും പറഞ്ഞത് കഴിക്കുക. അതുപോലെ തന്നെ പൊൻകുന്നു മുറുക്കിയും അങ്ങനെ. ഞാൻ ഒരിക്കലും താഴ്ചാണ്ടേക്ക് പോയിട്ടുണ്ട്, പവന സാറൊക്കെ ആയിട്ട് അന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പൊൻകുന്നു മുറുക്കിയായിട്ടുള്ള സാറിൻ്റെ വലിയൊരു അടുത്ത ബന്ധം ഉണ്ടായിരുന്നല്ലോ. പൊൻകുന്നു സാർ കൂട്ടുകൂടുകയും കമ്പനി അടിക്കുകയൊക്കെ ചെയ്യാറുള്ള അല്ല കമ്പനി അടിക്കുകയൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടുള്ളത് ഒരു മുത്തച്ഛനോടുള്ള ആ സ്നേഹാദരവ്, അദ്ദേഹത്തിൻ്റെ വാത്സല്യങ്ങളേറെ. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ കഥയ്ക്ക് പ്രൈസ് തന്ന ആൾ മുതൽ പൊൻകുന്നുമർക്കായിട്ടുള്ള അങ്ങനെ ഒരുതരം വല്ലാത്ത ആരാധനയാണ്.
ഇത്ര കണ്ട് പ്രശ്നം പറയുന്നിടത്ത് ഉറച്ചു നിൽക്കുക, സ്വന്തം നിലപാടും താൻ എഴുതുന്നതും പ്രസംഗിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആയിരിക്കണമെന്ന് ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നു. അവസാനം വരെ, അവസാനം മരണത്തിൽ പോലും അദ്ദേഹത്തെ പോലും അത് കാണിച്ചു സാക്ഷ്യപ്പെടുത്തിയത്. ഇപ്പോൾ അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം, അദ്ദേഹത്തിന് കുറേ കാലം വൈഫും ഒക്കെ മരിച്ച് മക്കളൊക്കെ പല സ്ഥലങ്ങളിലായി. പലപ്പോഴും ഞാനിവിടുന്ന് പോയി പാമ്പാടി ചെന്നിട്ട് ഇവിടെ വിളിച്ചുകൊണ്ട് വരും. പ്രത്യേകിച്ച് ഈ വിശേഷ അവസരങ്ങൾ, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, ഇങ്ങനെ എന്ത് വിശേഷം ആരുടെ വന്നാലും ഇവിടെ കൊണ്ടുവരും. പിന്നെ 2-3 ദിവസം ഇവിടെ എൻ്റെ വീട്ടിൽ താമസിക്കും. കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഹാര രീതികളൊക്കെ വളരെ പ്രത്യേകതയാണ്. മീനും ഇറച്ചിയൊക്കെ വേണം. പക്ഷെ അതൊക്കെ മസാല തീരെ ഇല്ലാതെ പുഴുങ്ങിയെടുക്കുന്ന പരുവത്തിലായിരുന്നു. ശരി, അങ്ങനെയായിരുന്നു. അതുപോലെ ചോറാണെങ്കിൽ ഈ പായസം പോലെ വെന്ത ഇതായിരിക്കും. ഇതൊക്കെ എൻ്റെ വൈഫിന് അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നവരൊക്കെ അതുമായിട്ട് ചെല്ലുമായിരുന്നു. നിർബന്ധമായിരുന്നു. ഈ ആരാധകരെല്ലാം കൊടുക്കും. അവസാനം എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, 9ാമത്തെ അനിയ 9ാമത്തെ വയസ്സിൽ ഞാൻ കള്ളുകൂടി തുടങ്ങിയ. എടത്വാക്കാരനാണല്ലോ, എടത്വായിലാണ് അച്ഛൻ്റെ വീട്. പിന്നെ ഇയാളെ പള്ളി ഈ മുറിവേറ്റവൻ മുറിവേൽപ്പിക്കുമെന്നുള്ളത്, പള്ളി ഇയാളെ ഒരുപാട് നമ്പരപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ. അവസാന നിമിഷം വന്നപ്പോൾ കൊല്ലാൻ ആളിനെ വരെ എന്നാണ് പറയുന്നത്. അവനൊക്കെ വിചാരിച്ചു എന്നെ കൊല്ലാൻ പറ്റുമോടാ. ഒരിക്കൽ എന്നോട് ഞാനിതേ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലേ ഉണ്ണിയേശുവിൻ്റെ രൂപം ക്രിസ്മസ് ആഘോഷത്തിന് ഇങ്ങനെ വെച്ചിരിക്കുക. അദ്ദേഹം പയ്യെ ചെന്ന് അതിൻ്റെ ഉടയാടി ഒന്ന് പൊക്കി നോക്കി. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നീ എന്താ കാണിക്കുക? അച്ഛൻ ആണുമല്ല പെണ്ണുമല്ല ഒന്നും. അപ്പോൾ കർത്താവ് അങ്ങനെയാണ്, ചെവിക്ക് പിടിച്ച് തിരുമി ഗുരുത്തം കെട്ടവനെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഓടിച്ച ഒരു അനുഭവം. അന്ന് മുതൽ പള്ളിയോട് ഒക്കെ ഒരു ആ ബാല്യ മനസ്സിൽ അങ്ങനെ ഒരു മുറിവേറ്റാണ്. ഞാൻ യേശുവിൻ്റെ അനീതി എന്ന കഥ എഴുതാനും കാരണം അതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രായത്തിൽ മുത്തച്ഛനും കൊച്ചുമോനും പോലുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. അത്ര കണ്ട് സമാന ചിത്തന്മാരുടെ കൂട്ടായ്മ എന്നൊക്കെ പറയുന്ന പോലെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമുണ്ട്, കള്ളുകൂടി എന്ന് പറഞ്ഞാലും അതിനകത്തും ചില നിഷ്ഠകളാണ്. വിദേശ മദ്യം എന്നുള്ള പേരിൽ വരുന്ന സാധനമാണ് റമ്മായിരിക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ചാരായം, വാറ്റിയായിരുന്നു നമ്മുടെ നാടൻ ചാരായമാണ്. കള്ള് പുള്ളിക്ക് തകഴിച്ചേട്ടനായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്ര. അപ്പോൾ പക്ഷേ വിദേശത്തു നിന്നൊക്കെ അവസാനം മരിക്കുന്നതിൻ്റെ തലേദിവസത്തെ മമ്മൂട്ടി ബോട്ടിലായിട്ട് കൊണ്ട് കൊടുത്തു എന്നൊക്കെ. അപ്പോൾ അവിടെ ഇതുപോലുള്ള ആര് കൊണ്ട് കൊടുത്താലും റമ്മല്ല എങ്കിൽ അവിടെ മാറ്റി വെക്കും. എന്നെ വിളിക്കും, അനിയാ വേഗം ബാ. അതെനിക്കൊരു ജീപ്പാവുള്ളൂ, അത് എടുത്ത് ഞങ്ങൾ പോകും. ഞാൻ മിക്കപ്പോഴും പോകുമ്പോൾ നമ്മുടെ കൗമുദിയിലെ ജയകുമാറിനെ കൂട്ടും. ജയകുമാറുമായിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ജയകുമാർ അതിന് പരസ്യം ചെയ്തിട്ടുണ്ട്. പല ഞാൻ മയങ്ങുന്ന മൂർഖനാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ പറയാം. അപ്പോൾ അവിടെ ചെന്നാൽ ഉടനെ ഇങ്ങോട്ട് അങ്ങ് ഏറ്റവും കൂടിയ സാധനമാണ് ബ്ലാക്ക് നൈറ്റും ആ ലോകത്തെ ഏറ്റവും വിശേഷപ്പെട്ട ബ്രാൻഡുകളെല്ലാം ഓരോരുത്തർ കൊണ്ടു കൊടുക്കുന്നത് മാറ്റി അവിടെ വെക്കും. അനിയാ എല്ലാം വേഗം ഇവിടുന്ന് കാലിയാക്കി കൊണ്ടുപോക്കും. അപ്പോൾ സന്തോഷം. അങ്ങനെ ചുമ്മാ കൊണ്ടുപോകണ്ട, എനിക്കുള്ള മേടിച്ച് തന്നു. അപ്പോൾ പകരം എനിക്കറിയാതെ അത് അവസാന നിമിഷവും എനിക്ക് തോന്നുന്നത് അന്നും ശിവകുമാർ ഉണ്ടായിരുന്നു തോന്നുന്നു, നമ്മുടെ വിജയകുമാർ കൗമുദിയിലെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാലൊക്കെ നീര് വന്ന് വീർത്ത് കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ ഇനി ചികിത്സയ്ക്ക് വേണ്ടി കാശ് മുടക്കണ്ട. അപ്പോൾ തന്നെ 98 വയസ്സ്. ഇവർ പത്രക്കാരും മറ്റുള്ളവർ പറയുന്ന കണക്കൊന്നുമല്ല, 100 മേളിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം പോയത്. അല്ല ലാസ്റ്റ് വരെ നല്ല ബോധത്തോടെ തന്നെ. പിന്നെ ആ ബോധമില്ലാഞ്ഞിട്ടാണോ? ആ
ആ ഒരു മെൻ്റൽ പവർ ഭയങ്കരമായിരുന്നു. അതും വലിയ ഇതിലല്ലേ. എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് ഈ SPCSനെ രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. അതുവരെ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ഞാൻ എതിർത്തപ്പോൾ അവരെന്നെ ബിരുദനാക്കി. ആ ഒരു ഇതിലെ തകഴി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ എല്ലാവരും കൂടെ നമ്മുടെ അങ്ങനെയുള്ള കുറേയേറെ പേര് രക്ഷാധികാരിമാരായിട്ട് ഞങ്ങളതിനൊരു എതിരെയുള്ള ഒരു സംഘടന ഞാൻ ഉണ്ടാക്കി സമരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയൊരു സമയമുണ്ട്. ഇവരൊക്കെ തന്നെയും ബഷീറായാലും വർക്കിയായാലും ഒക്കെ ഒരുപാട് കാലം എഴുത്തും നിർത്തി റൈറ്റേഴ്സ് ബ്ലോക്കിൽ പെട്ട് നിന്നിട്ടുണ്ട്. അതൊന്നും എഴുത്തുകാരനെ എടുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമല്ലല്ലോ. അല്ല, അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഇവരാരും തിരിഞ്ഞു നോക്കില്ല. പക്ഷേ SPCSൻ്റെ കാര്യം, പക്ഷെ തകഴിച്ചേട്ടൻ അങ്ങനെയല്ലായിരുന്നു. അവസാന നിമിഷം വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ബഷീറും വർക്കിയൊന്നും അങ്ങനെ പറഞ്ഞെഴുതിക്കാൻ പറ്റുന്ന ഒരാളുകളായിരുന്നില്ല. അപ്പോൾ ഇവർ കൊടുക്കുന്ന പ്രസ്താവന പോലും ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്നതെന്നാണ് ആരോപണം. അങ്ങനെയൊക്കെ വന്ന ഒരു കാലത്ത്. അപ്പോൾ പക്ഷേ ശക്തമായിട്ട് അതിനെ എതിർക്കുമായിരുന്നു. അങ്ങനെയാണ് ബുക്ക് മാർക്കിലേക്ക്. അല്ല, അതൊക്കെ പിൽക്കാലത്ത്. അന്ന് വർക്കി സാറ് എന്നെ പിന്നെ ഒതുക്കിയെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തൊരു നയം, അന്നത്തെ നായനാർ ഗവൺമെൻറ്റാണ് ഒരിക്കലുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് അല്ല സാറേ, എനിക്ക് സാറിൻ്റെ ബന്ധുവായിരുന്നു പറഞ്ഞല്ലോ പാറപ്പുറത്ത്. ആ പാറപ്പുറത്ത് വളരെ ദരിദ്രമായൊരു സാഹചര്യത്തിലായിരുന്നു. ഇതൊന്ന് പറഞ്ഞോ. അദ്ദേഹം എന്നെ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഓടിച്ചെല്ലുന്നു. അപ്പം പതിവ് പോലെ ജയകുമാറിനെ കൂടെ വിളിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ 2 പോലീസുകാരുണ്ട് അവിടെ, വർക്കി സാറിൻ്റെ വീട്ടിലെ. അദ്ദേഹത്തിൻ്റെ ആ ഇത് കാണിക്കാൻ അത് പറഞ്ഞേ പറ്റൂ. ഞാൻ എന്താ ഇവന്മാരിത്, ഈ പിള്ളേർ ഇവിടെ വന്ന് നിൽക്കുക, എന്നെ കൊണ്ട് പോകാൻ. ഞാൻ പറയാം, എന്തിന്? ഇത് CPയുടെ കാലമല്ല, CPയുടെ കാലത്താണല്ലോ പിടിച്ച് ജയിലിലിട്ടത്. അല്ലടേ, നായനാർ വന്നു നമ്മൾ TV താമസിക്കുന്നു, എനിക്ക് കാണണമെന്ന്. ഞാൻ അങ്ങോട്ട് ചെല്ലാൻ ഞാനൊന്നും പോകത്തില്ല മോനെ, ഇവരെന്നെ പിടിച്ചോണ്ട് പോകാതിരിക്കാനും നിന്നെ കൂടെ. എടാ അവരോട് പറഞ്ഞു, അവൻ അക്ഷരത്തിൻ്റെ അവൻ നാട്ടുകാരുടെ വോട്ട് മേടിച്ച് മുഖ്യമന്ത്രിയായാണ്. ഞാൻ അക്ഷരത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എന്നെ ഇവിടെ വന്ന് കണ്ടേച്ച് പോകട്ടെ, എനിക്ക് അങ്ങോട്ട് വന്ന് കാണാൻ പറ്റില്ല. അദ്ദേഹം ഇത് എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കാൻ വന്ന അന്നവരെ ഞങ്ങളെ വിളിച്ചു. ഞാനുമുണ്ട്, ജയകുമാറുണ്ട്. ഞാൻ മയങ്ങുന്ന മൂർഖനാണ്, അവാർഡ് നിന്നെ ചേരയാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല. ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപയുണ്ട്, അത് കളയണോ? അത് കിട്ടില്ല. അത് പക്ഷെ അവന്മാർ പറയുന്നത് ഞാനങ്ങ് ദർബാർ ഹാളിൽ ചെല്ലണമെന്ന്, CPയുടെ കൽപ്പന പോലെ. അത് വേണ്ട. അങ്ങനെ പറഞ്ഞ് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നപ്പോഴാണ് ബുദ്ധിമാനായ നമ്മുടെ വാസവൻ സംഗതി മാറ്റിമറിച്ച് വീണത് വിദ്യയാക്കിയിട്ട് ചരിത്രത്തിൽ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ദർബാർ ഹാളിൽ നിന്ന് മാറ്റി വീട്ടുപടിക്കൽ കൊണ്ട് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ നിലപാട് മൂലം ആ 1 ലക്ഷം രൂപ അക്കാലത്ത് നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതിയിട്ട് മക്കൾ പോലും എനിക്കെതിരായി. ഞാനാ കാരണക്കാരൻ. ശരി, ഞാനൊന്നും അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. പാറപ്പുറത്തായിട്ടുള്ള കാര്യം കുറേ കൂടെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പാറപ്പുറത്തിൻ്റെ എൻ്റെ വൈഫുമായിട്ടുള്ള ബന്ധമാണ് ബന്ധതയെന്ന് പറയുന്നത്. ആ ഒരു കുടുംബത്തിലാണ് പാറപ്പുറം. പക്ഷെ അതിന് മുമ്പേ തന്നെ പാറപ്പുറത്ത് ഞാനുമായിട്ട് എഴുത്തിൻ്റെ അതിലാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെയും ഞാനുമായിട്ട് ഇങ്ങനെ ബോംബെ ജനിച്ചു വളർന്നാണ് ഭാര്യ, മലയാളി ആണ്. അപ്പോൾ അവർ ഞങ്ങളുടെ വിവാഹത്തിനൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വളരെ എതിർപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യായിരുന്നു. ശരി, അമ്പലപ്പുഴ തകഴിയും പാറപ്പുറം കൂടെ. ശരി, അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. പക്ഷേ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പ്രശ്നങ്ങൾ തീർന്നപ്പം അവർക്ക് രണ്ടാമത് ഞാൻ കെട്ടണം, അത് പള്ളിയിൽ വെച്ച് കെട്ടണം.
അപ്പോൾ തകഴിച്ചേട്ടൻ പറഞ്ഞു അതിനൊന്നും നീ ബലം പിടിക്കണ്ട, അവരുടെ ഇഷ്ടമല്ല നടക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ 2 കെട്ടിയവനാണ്. അത് പള്ളി ആ പള്ളിയിൽ കോട്ടയത്ത് ഏലിയാക്ക തിയേറ്ററിലായിരുന്നു. ഭയങ്കര അന്നത്തെ മന്ത്രിമാരുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് അരവിന്ദ് ചേട്ടനായിരുന്നു, നമ്മുടെ പഴയ സിനി ഡയറക്ടർ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗോപൻ ചേട്ടൻ, അച്ഛൻ, അവരെല്ലാം എന്നെ ഒരുപാട് സ്നേഹിച്ചവരും. സാറിന് ഇവരെക്കാളൊക്കെ സദ്യ ഒന്നും നടത്തിയില്ല കല്യാണത്തിന്, അതിനുള്ള ഇതൊന്നുമില്ല. എല്ലാവർക്കും ഓരോ മുന്തിരി ജ്യൂസ് കൊടുത്താര് DC കിഴക്കേ മുറി അദ്ദേഹത്തിൻ്റെ ചെലവിൽ ജ്യൂസ് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അത് കൊണ്ടുകിടന്ന് വിതരണം ചെയ്ത അരവിന്ദ് ചേട്ടനോടൊക്കെ ചേർന്ന് അങ്ങനെ ഒരു സൽക്കാരമേ നടന്നിട്ടുള്ളൂ. സാറിന് ഇതുപോലെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് വയലാർ. ഇപ്പം വയലാറിന് എനിക്ക് ഇതുപോലുള്ള ഒരു അടുപ്പം വയലാറിനോട് ഉണ്ടായിട്ടില്ല. വയലാർ മുൻകുന്നം ഇവരിലൂടെയൊക്കെയുള്ള ബന്ധം. കാരണം ഞാനൊന്ന് വളരെ ചെറുപ്പമല്ലേ. പിന്നെ വയലാറിൻ്റെ വയലാർ ഇവിടെ വീട്ടിൽ വന്നത് പണിക്കര മാവും ഒക്കെ കാണാൻ പാറപ്പുറമായി അല്ലേ, അത് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വർക്കി സാറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കാണുമ്പോഴൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം, അദ്ദേഹത്തിനൊപ്പം പ്രായമുള്ള ഒരാളാണ് ഞാനെന്നുള്ള മട്ടിലാണ്. വളരെ സൗഹൃദമാണ്, ഒരു മറവും ഇല്ലാത്ത പച്ച മനുഷ്യൻ. അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഈ പറഞ്ഞ പോലെ ആരോപണം, മദ്യപാനത്തെ പറ്റിയുള്ള ആരോപണങ്ങളുണ്ടെങ്കിലും മദ്യപിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാക്കനാടൻ, എല്ലാവരും ആ കാലത്തുള്ള ഒരു കാക്കനാടന്, തകഴി, വർക്കി ഇവരാരും മദ്യപിച്ചിട്ടോ ഒരക്ഷരം പോലും അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവര് മദ്യപിച്ച് ശരിക്കും ഈ കാക്കനാടായാലും തകഴിയായാലും അവർ ശരിക്കും മദ്യപിച്ചിട്ട് ബോധമായിട്ട് കിടന്ന് ഉറങ്ങും. പക്ഷെ അതിരാവിലെ എണീറ്റൊരു കുളിയും പാസ്സാക്കി സ്വല്പം നടന്നേച്ചൊരു കുളിയും പാസ്സാക്കിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ കത്തിച്ചിരുന്ന് ഈ പറയുന്ന പ്രക്രിയ. അതെനിക്ക് വളരെ അടുത്തറിയാം. അത് എനിക്കൊരു പറ്റുപറ്റിയത് എന്നാന്ന് വെച്ചാൽ അന്ന് ഈ ബാലേന്ദ്രൻ, ജോസി തോമസ്, വിജി തമ്പി ഇങ്ങനെയുള്ള അപൂർവം പ്രായക്കാരുമായിട്ടുള്ള ബന്ധമല്ലാതെ വേറെ അധികം എല്ലാ ഈ കളവന്മാരുമായിട്ടായിരുന്നു. അവരെല്ലാം ഇപ്പം മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആരുമില്ല. അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ എഴുത്തുകാരുടെ ഒരു സ്വഭാവം, നല്ല പ്രതിഭയുള്ളവർ വളരെ പേരുണ്ട്. എന്നാൽ ഇന്നത്തെ എഴുത്തും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ സ്വാധീനശക്തി ഇല്ലാത്ത ഒരു രംഗത്ത് വരില്ല എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച മാങ്ങാനം കൂട്ടം. അങ്ങനെ ഒരുപാട് ഒരു കോക്കസ് പോലായിട്ടുണ്ട്. ചില കോക്കസിന്റെ കൈകളിലാണ്. ആ കോക്കസിൽ അല്ലെങ്കിൽ അവൻ പുറത്താക്കണം. അങ്ങനെയുള്ള ഇത് പ്രത്യേകിച്ച് അവാർഡ് മേടിച്ചു കൊടുക്കാൻ തന്നെ ഏജൻസികളുണ്ട്. മാധ്യമപ്രവർത്തകർക്കിടയിൽ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു തരം അവിഹിത ബന്ധങ്ങളാണ് പല ഗ്രൂപ്പുകളും. അതായത് പല നിലപാടും പല പ്രത്യയശാസ്ത്രം പറയുന്നവരും ചില കാര്യങ്ങളിൽ അവരൊന്നിച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പുറംചൊറിയിൽ മാത്രമല്ല അവാർഡുകൾ മേടിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി വരെയുണ്ട്. ഇതെല്ലാം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാത്രമായി അതുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടായിരുന്നു എന്നുകൊണ്ട് ഇല്ല എന്നല്ല, പുതിയ തലമുറയിൽ നല്ല എഴുത്തുകാർ ധാരാളം വരുന്നുണ്ട്. എഴുത്തുകാരെ ആർക്കും തടയാൻ പറ്റത്തില്ലല്ലോ, ഇതിനെ വരുന്നുണ്ട്. പക്ഷെ അത് എന്നാൽ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട പലരേക്കാളും സർഗശേഷിയുള്ള പ്രതിഭകൾ പുറത്തു നിൽപ്പുണ്ട്. ചെറുപ്പക്കാർ ധാരാളം പേരുണ്ട്. അവർക്കൊന്നും വേദി, അവർക്കിപ്പം പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അവർ വളരെ കൃത്യമായിട്ട് അവരെ വളർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരക്കാരുടെ കണ്ണീര് കണ്ട് അത്തരമൊക്കെ ആ സന്ദർഭമാണ് ദൈവം ഉണ്ടെന്ന് ചിന്തിച്ചു പോകണം. കണ്ണീര് കണ്ട് കൊടുത്ത ഒരു അനുഗ്രഹമാണ് സോഷ്യൽ മീഡിയ. പിന്നെ ഈ വേഗതയ്ക്കൊപ്പം എഴുത്തുകാരൻ ഓടാൻ പറ്റില്ല. ശാസ്ത്രത്തിൻ്റെ ഒരു വേഗതയുണ്ട്. അതിന്ന് വാണിജ്യവൽക്കരിക്കപ്പെടുകയും മുതലാളിത്തത്തിൻ്റെ കൈപ്പിടിയിലാണ്. ഈ ആഗോളവത്കരണത്തിൻ്റെ മറവിലൂടെ കടന്നു വന്ന ലോകം മുതലാളിത്തത്തിൻ്റെ അദൃശ്യ കാര്യങ്ങളെ മലയാളിക്ക് എന്താ മുതലാളിത്തം എന്ന്, ആരാ മുതലാളി എന്ന് പോലും അറിയത്തില്ല. 5 സെൻറ്റുള്ളവൻ്റെ മനസ്സിൽ 10 സെൻറ്റുകാരൻ മുതലാളിയാണ്. പക്ഷെ ഇതൊന്നും അല്ല മുതലാളിത്തവും, ഇതല്ല മുതലാളി എന്നുള്ളത് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ചില കക്ഷി രാഷ്ട്രീയക്കാർക്കും കഴിഞ്ഞിട്ടില്ല. അത് വിമർശിച്ചുകൊണ്ടാണ് ജോൺ അബ്രഹാം
ഇവിടെ വന്ന് ദീർഘനാൾ താമസിക്കുന്ന ആളായിരുന്നു വീട്ടിൽ, അറിയാമല്ലോ. എനിക്ക് ഭാര്യ വലിച്ച് ഒരുപാട് എഴുതാനായിട്ടില്ല. ഞാൻ എഴുതാൻ എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ, ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണല്ലോ, അതിന് മാറ്റമില്ലാതെ സമൂഹത്തിൽ ഇപ്പോഴും ആ ജീർണിപ്പ് കിടക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. പിന്നെ ചിലത് ഇത് മറ്റു ചിലർ എഴുതിയിട്ടുണ്ടല്ലോ, ഞാനെന്തിനാണ് ആവർത്തിച്ച് വായനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത. എന്നാലും ഈ ആദ്യം എഴുതിയ നോവലാണെങ്കിൽ ഒരു ചെറുകഥയുടെ വലിപ്പം മാത്രമുള്ള ഇതാണ് ഈ കുരുതി എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് ചാവേറുകളുടെ പാട്ടാണ്. കുരുതി ആത്മീയമായ ഒരന്വേഷണമാണ്, നമ്മുടെ സ്വത്തും അല്ലെങ്കിൽ സത്ത തേടിയുള്ള. രണ്ടാമത്തേത് ഭൗതികമായ ഒരു രക്ഷകനെ തേടിയുള്ള ഒരന്വേഷണമാണ്. മൂന്നാമത്തേത് ഒരു തരം സ്വർഗാരോഹണമാണ്. അതും ഇത് 10-20 വർഷം കൊണ്ടാണ് ചാവറുകളുടെ പാട്ട് തീർന്നത്. ശരി. അതിലേറെ സമയമെടുത്ത് വെറും 40 പേജുള്ള കുരുതി തീരാൻ. ഇപ്പം ഈ സാധനം ചാവറുകളുടെ പാട്ടെന്ന് പറഞ്ഞാൽ എത്ര തവണ ഞാനത് വെട്ടിത്തിരുത്തി. എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയി ഞാൻ വലിച്ചെറിഞ്ഞത് റഷ്യയിലെ പെരിസ്ട്രോയിക്ക, റഷ്യയുടെ പതനം. ഞാനിത് കൃതി വലിച്ചെറിയുക, എൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റുകയായിരുന്നു. പിൽക്കാലത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാടും ബി ജി തമ്പിയോ ജോസ് ടി തോമസും കൂടെ വന്ന് വളരെ നിർബന്ധിച്ച്, എൻ്റെ വൈഫിനെയോട് നിർബന്ധിച്ച് മച്ചിൻ്റെ പുറത്ത് വലിച്ചെറിഞ്ഞ് ഈ സാധനം തപ്പിയെടുത്തൊന്ന് വീണ്ടും രണ്ടാമത് എഴുതിയതാണ് ചാവറുകളുടെ പാട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മൂന്നാമത്തെ ഈ സാധനം. അതിങ്ങനെ കുറേ കാലമായി എഴുതിക്കൊണ്ടിരിക്കും. ഇതിനിടയിലൊക്കെ ഇപ്പം പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിലുണ്ട്, ഇങ്ങനെ സജീവമായിട്ട് നിൽക്കും. പിന്നെ ഈ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ പഴയ പോലെ പറ്റില്ല, പ്രസംഗിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഉള്ളിടത്താണ് ഈ കൂടുതൽ ഇഷ്ടം. അവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. എന്തിനാ ഒരുപാട് എഴുതുന്നത്? അതുകൊണ്ട് ഒത്തിരി സുഖപ്രസവം നടത്തിയിട്ട് കാര്യമില്ല. അത് അതുപോലെ അവാർഡുകളുടെ കാര്യം തന്നെ. നമുക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള മൊത്തം എഴുത്തുകാരെ എടുത്താൽ അതിൻ്റെ ഒരു 100-1 പേരെ പോലും ജനങ്ങൾ ഓർക്കുന്നു. അപൂർവം പേരേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിലനിൽക്കുമെന്നുള്ള വിശ്വാസം